ഹലോ ഗൈസ്, അച്ചു സാലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചിലവർ കുട്ടികളെ എങ്ങനെ നമുക്ക് ഒന്ന് രസിപ്പിച്ച് പഠിപ്പിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കാം എന്നുള്ളൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമ്മൾക്ക് പല ചിന്തകളാണ് അല്ലേ. കുട്ടികളെ എങ്ങനെ നോക്കണം, കുട്ടികളെ എങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും കുട്ടികളെ എങ്ങനെയൊക്കെ നമ്മളെ രീതിയിൽ മോൾഡ് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പല രീതിയിലും ചിന്തിക്കും അല്ലേ, ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഞാൻ ആ ഒരു തിങ്സിനെ പറ്റി ഞാൻ സംസാരിക്കാം. നമ്മളിപ്പം നമ്മൾ ഡെലിവറി ആയി കഴിഞ്ഞ് നമ്മൾ 6 മാസം കഴിഞ്ഞ് ചോറ് കൊടുത്ത് നമ്മൾ കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഒരു 9 മാസമൊക്കെ ആയി ഇനിഷ്യലി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് പലതരം കാഴ്ചകൾ നമ്മൾ പരിചയപ്പെടുത്തണം കേട്ടോ. നമ്മളിപ്പോൾ വൈകിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് നടന്നു തുടങ്ങി, അപ്പോൾ കുട്ടികളെയും കൊണ്ട് കാഴ്ചകൾ കണ്ട് മാക്സിമം അവർ നമ്മളിലൂടെ വേണം കണ്ട് ഓരോന്ന് വളരാം. അപ്പം നമ്മൾ എല്ലാ കാഴ്ചകളും അകത്താണെങ്കിലും പുറത്താണെങ്കിലും എല്ലാ കാഴ്ചകളും അവരുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കയറ്റാൻ ശ്രമിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 1 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഓരോ ബുക്കൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വീട്ടിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ, ഇപ്പം ചെയറാവാം, ടേബിൾ ആവാം, എന്തൊക്കെ സാധനങ്ങളുണ്ടോ, നമ്മളൊരു കുഞ്ഞു സാധനങ്ങളായിരിക്കും വീട്ടിൻ്റെ അകത്തുള്ള, അതിലെല്ലാ കുഞ്ഞു സാധനങ്ങളെയും ആ കുഞ്ഞു അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇന്ന സാധനമാണ് ചെയർ, ഇതാണ് നമ്മൾ ഇന്ന റൂമാണ്, ഓരോ റൂം വൈസും പറയുന്ന മക്കളെ നമ്മളത് ഇത് ബെഡ്റൂമാണ്, ഇത് കിച്ചണാണ്, നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഡൈനിങ് ടേബിളാണ്. അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൻ്റെ അകത്തുള്ള ഓരോ തിങ്സും റൂം വൈസ് ആണെങ്കിലും നമ്മൾ ഫുള്ള് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അത് ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഫുള്ളെല്ലാം ഇത് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ബുക്സിൻ്റെ കാര്യമായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായാലും പുറത്തെ കാര്യങ്ങളായാലും ഫുൾ നമ്മൾ ആദ്യം നമ്മൾ കണ്ണിൽ കാണുന്ന നമ്മൾ ഡെയിലി എന്തൊക്കെ കാണുന്നോ അതൊക്കെ കുട്ടികളും പറയാനും അത് സംസാരിക്കാനും കുട്ടികളത് തിരിച്ചറിയാനും പറ്റണം. അങ്ങനെ നമ്മൾ ഓരോന്നും ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാകും. നമ്മളിപ്പം പറഞ്ഞില്ല, നമ്മളൊരു സിനിമ കണ്ടാൽ നമ്മൾ കാണുന്നതാണ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ കുട്ടികൾ നമ്മൾ ഓരോ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ വെജിറ്റബിൾസ്. നമ്മൾ വീട്ടിൻ്റെ അകത്ത് വെജിറ്റബിൾസ് വാങ്ങാറുണ്ടല്ലോ, അതിൽ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് മക്കളെ ഇതാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിലെ കുട്ടികളെ എന്ത് ചെയ്യണം, അത് ഇന്ന ഏജ് എന്നൊന്നും നമ്മൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും വീട്ടിൻ്റെ അകത്ത് എന്തൊക്കെ സാധനമുണ്ടോ, കിച്ചൺ തൊട്ട് പുറത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിടണം. അതാണ് ഫസ്റ്റ് കാര്യം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇനി പറയാൻ പോകുന്നത് സ്കൂൾ ലെവലിലോട്ട് കയറിയ മക്കളെ കുറിച്ചാണ് കേട്ടോ. അവരെ പറ്റി അവർക്ക് എങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നോക്കാം എന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നത്. ഇനി ടിപ്സ് ആൻഡ് ട്രിക്സിലെ ഫസ്റ്റ് കാര്യമാണ് സ്റ്റഡി ഏരിയ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും വലിയ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആണ്. നമ്മൾ ഒരിക്കലും ഭയങ്കര ശബ്ദമുള്ള നോയ്സി സ്ഥലത്തോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യരുത്. നമ്മളൊരു കറക്റ്റ് വാവകൾക്ക് നമ്മളൊരു കറക്റ്റ് സ്റ്റഡി ഏരിയ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഒരു സ്റ്റഡി ടേബിള്, ഒരു കുട്ടി അലാറം, പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം 5 വയസ്സൊക്കെ ആയ കുട്ടികളാണെങ്കിൽ ഒരു കുഞ്ഞു കലണ്ടർ, അങ്ങനെയൊക്കെ ആ ഒരു സ്റ്റഡി ഏരിയയിൽ ആ കുട്ടിയുടെ സ്റ്റഡി ടേബിളിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റഡി ഏരിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നോയ്സ് ഇല്ലാത്ത സ്ഥലം, ഒരു പ്രൈവസി വേണം. നമ്മൾ പഠിക്കാനാണെങ്കിൽ നമ്മളെ മൈൻഡിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് അത് നമ്മളെ മൈൻഡിൽ കയറാനോ നമ്മളെ ബ്രെയിനിൽ കയറാനോ ഒരു ടൈം കൊടുക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഏരിയയാണ്. നമ്മളെല്ലാവരും കുട്ടികൾക്ക് നമ്മളതുപോലെ തന്നെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കണം. പ്ലസ് ഒരു കുട്ടി അലാറവും വെച്ച് കൊടുക്കണം. ഞാൻ അവനൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മോന്. അതിലൊരു കുട്ടി അലാറം ഉണ്ട്. അതിപ്പോൾ നമ്മൾ എല്ലായിടത്തും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഒരു കുട്ടി അലാറവും ഒരു കുഞ്ഞ് കലണ്ടറൊക്കെ കൊടുത്ത് അവൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്താൽ വളരെ ഹാപ്പി ആയിരിക്കും കുഞ്ഞുമക്കൾക്ക്. അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു ടെൻഡൻസിയും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. സീരിയസ്ലി പറയാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയാം, സ്റ്റഡി ടൈം. ടൈം എന്ന് പറയുന്നത് ഭയങ്കര സാധനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സ്റ്റഡി ടൈം സെറ്റ് ചെയ്യുക.
നമുക്കിപ്പം ഇപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് വൈകിട്ട് വരികയാണെങ്കിൽ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം, ഞാൻ അവന് 7 മണി തൊട്ടാണ് കേട്ടോ ടൈം വെച്ചിരിക്കുന്നത്. ടൈം 7 മണി തൊട്ട് ഒരു 8 മണി, ഒരു 1 hour ടൈം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത്. ഈ ഒരു സമയത്ത് ഫുൾ ഇങ്ങനെ ഇരുന്ന് അത് ഞാൻ അങ്ങോട്ട് പറയാം, അങ്ങോട്ടുള്ള പോകുന്നതിൽ ഞാൻ പറയാം. അങ്ങനെ ഒരു സ്റ്റഡി ടൈം നമ്മൾ സെറ്റ് ചെയ്യുക. ആ സ്റ്റഡി ടൈം അല്ലാത്ത സമയം അവരെന്ത് വേണോ ചെയ്തോട്ടെ, അവർക്ക് കളിക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് എന്ത് വേണോ ഇൻട്രാക്ട് ചെയ്യാം, നമ്മളും കൂടെ പോയി കളിക്കാം അവരോട്, എന്ത് വേണം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മളും കൂടെ അവരുടെ കൂടെ കളിക്കുക, എൻഗേജ് ചെയ്താലേ നമുക്കും തിരിച്ച് അവരൊന്ന് അവരുടെ സ്റ്റഡി ടൈം ആയാലും നമ്മൾ പറയുന്നതും കൂടെ അവരൊന്ന് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കേൾക്കുള്ളൂ കേട്ടോ. ഇല്ല നമ്മളിപ്പോൾ ഒരു സ്റ്റഡി ടൈം സെറ്റ് ചെയ്തിട്ട് ഇന്ന സമയത്ത് വരണം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. അവരുടെ ഇൻട്രസ്റ്റിന് നമ്മളൊരു സ്റ്റഡി ടൈം, മക്കളെ ഇന്ന സമയമാണ് ബാക്കി നീ കളിച്ചു, ഇന്ന സമയമാവാൻ പോവേണേ നീ പഠിക്കാൻ വരണം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഒരു 4-5 വയസ്സായ കുട്ടികൾക്ക് എടുത്ത് അവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റഡി ടൈം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് പെട്ടെന്ന് അവർ ഈ സ്റ്റഡി ടൈമിൽ വന്നിരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ മാത്രമേ കുട്ടികൾ വന്നിരുന്ന് നമ്മൾ പഠിക്കൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻസ് ആണ്. ഇൻട്രാക്ഷൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാലം നമ്മൾ ഒരിക്കലും സ്റ്റഡി ടൈം ഇന്ന ടൈമാണ് വന്നിരിക്കണം എന്ന് പറയില്ല. നമ്മളിപ്പോൾ സ്റ്റഡി ടൈം തുടങ്ങണേ, മക്കളെ ഇനി 15 മിനിറ്റേ ഉള്ളൂ സ്റ്റഡി ടൈം തുടങ്ങാൻ, അപ്പം വന്ന് ഇരുന്ന് പഠിക്കണം, അപ്പം അമ്മ വിളിക്കുവേ എന്ന് പറഞ്ഞ് ഒരു നാക്കിൽ ഒരു 15 മിനിറ്റ് മുമ്പേ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങണം, എന്നാലേ അവർ വരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻട്രാക്ഷൻസിൽ എന്ന് പറയുമ്പോൾ അവരെ പഠിപ്പിക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ, അവർക്ക് സ്റ്റഡി ടേബിളിൽ അവരെ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കണം. നമ്മൾ അവരെ പഠിക്കാൻ വിട്ടിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ ഒരിക്കലും പോരുത് കേട്ടോ. ആ ഒരു 1 hour അവർക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ അവരെ കൂടെ ഇരിക്കണം, അവർക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കണം. ഫസ്റ്റ് ഹോംവർക്കാണ് എഴുതിയിട്ട് അവരെ പിന്നെ നമ്മളൊന്ന് റിവൈസ് ചെയ്യാനാണെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ പല ഗെയിംസിലൂടെ നമുക്ക് അവർക്ക് വീട്ടിൽ എഴുതാൻ വേണ്ടി റഫ് നോട്ട്സ് വയ്ക്കാം. സ്കൂൾ അല്ലാത്ത നമുക്ക് വീട്ടിൽ എഴുതി പഠിക്കാനുള്ള ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് റഫ് നോട്ട്സ് വയ്ക്കാം. എന്നിട്ട് അതിൽ തന്നെ നമ്മളൊരു ഗെയിം ബേസിൽ നമുക്ക് ഓരോ മെത്തേഡ്സിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഗെയിം രീതിയിൽ നമുക്ക് ഓരോ ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം 1, 2, 3 ഒക്കെയാണ്. ഇപ്പം കൗണ്ടിങ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ വാവകൾക്ക് എന്ത് പടമാണ് ഇഷ്ടം അതൊക്കെ വരച്ചു കൊടുത്തിട്ട് മക്കളെ ഇത് കൗണ്ട് ചെയ്ത് എത്ര എണ്ണം ഉണ്ട് നമ്മയ്ക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും പറയണം, നമ്മളിപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറയും, അയ്യോ മക്കളെ അമ്മയ്ക്ക് അറിയില്ലല്ലോ അതെത്ര, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മനഃപൂർവ്വം ഒന്ന് ജസ്റ്റ് രീതി തെറ്റിച്ച് പറഞ്ഞ്, അയ്യോ അമ്മ ഏതെങ്കിലും സ്പെല്ലിംഗ് പറയുകയാണെങ്കിൽ ഇപ്പം ആപ്പിൾ നമ്മൾ തെറ്റിച്ച് പറഞ്ഞോക്കെ, അത് തെറ്റിച്ച് പറഞ്ഞിട്ട് ഇപ്പം APPLE ആണ് മക്കളെ, അപ്പം അവർ തന്നെ പറയും അയ്യോ അമ്മയ്ക്ക് തെറ്റിപ്പോയി. അങ്ങനെ നമുക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം. അയ്യോ അമ്മയ്ക്ക് അറിഞ്ഞൂടല്ല, അമ്മ ഇപ്പം തോക്കും. ലാസ്റ്റ് നമുക്കൊരു എക്സാം രീതിയിലൊക്കെ കളിക്കാം. എന്താണ് മക്കളെ എക്സാം ഇട്ടാലും അമ്മ ജയിച്ചാൽ അമ്മ ഫസ്റ്റ് അടിക്കുക, മക്കൾ ജയിച്ചാൽ അങ്ങനെ നമ്മൾ തോറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഗെയിം ബേസിലൊക്കെ നമുക്ക് ചെയ്യാം. അതാണ് ഇൻട്രാക്ഷൻ എന്നുള്ള സെക്ഷനിൽ ഞാൻ പറഞ്ഞു കേട്ടോ. അത് ഏറ്റവും വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ 1 hour പോകുന്നതേ അറിയൂല. ഹോംവർക്ക് ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗെയിം ബേസ് അവർക്ക് അത് ഓരോ മെമ്മറിയിൽ അവരും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും. നമ്മൾ ഈ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ഫോളോ അപ്പ് മെത്തേഡ് അല്ല, നമ്മൾ കുറച്ചുകൂടെ ഗെയിം രീതിയിൽ പറഞ്ഞ് അവർക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനും ഇത് ചെയ്യാനും മനസ്സിലാക്കാം. അത് 4ാമത്തെ കാര്യം, നമ്മൾ ഈ ബുക്സ് അങ്ങനെ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന ടൈം അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കുട്ടികൾ കളിക്കില്ലേ, അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരിക്കലും അവരെ കമ്പൽ ചെയ്ത് പഠിപ്പിക്കരുത്. ഒരിക്കലും ഇപ്പം അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇൻട്രസ്റ്റ് കാണില്ല, ഇന്ന് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇപ്പം സ്കൂളില്ലാത്ത ഡേയ്സ്, അടുത്ത ദിവസം സ്കൂളൊന്നും ഇല്ലാത്ത ഡേയ്സ് ആണെങ്കിൽ അവർ പറയും അമ്മ ഇന്ന് പഠിക്കണോ, നാളെ പഠിച്ചാൽ പോരെ. അപ്പം നമ്മളൊന്നും ശരി മക്കളെ ഇന്ന് പഠിക്കണ്ട, എന്നാൽ പിന്നെ നമുക്ക് നാളെ പഠിക്കാം. ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നൂല. അങ്ങനത്തെ ഒരു ദിവസങ്ങൾക്ക് നമ്മളങ്ങ് ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീക്കിലി 2 days ഒക്കെ ഓഫ് കൊടുക്കണം. എപ്പോഴും ഡെയിലി ഇരുത്തി നമ്മൾ 1 hour അങ്ങനെ ഫുൾ പഠിപ്പിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഓഫ് കൊടുത്ത് ഇപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഡേയ്സ് ആണെങ്കിൽ നമ്മൾ പറയണം ശരി മക്കളെ കുഴപ്പമില്ല നമുക്ക് അതൊന്നും വേണ്ട എന്ന് പറയാം. അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്യണം. നമ്മൾ പിന്നെ ഈ എക്സാം ടൈം, മിഡ് ടൈം എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ റിവൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഈ ഗെയിം രീതിയിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിള്ളേർ ക്യാപ്ചർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ പെട്ടെന്ന് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ നമ്മൾ 1 hour അല്ലാത്ത ടൈമിൽ നമ്മൾ ഓരോ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ, അതിന് പകരം ഓരോരോ നല്ല ബുക്സ് വാങ്ങിച്ചു കൊടുക്കും.
നമ്മൾ ഈ പഠിക്കുന്ന രീതിയിലുള്ള കുറേ ബുക്സ് ഇപ്പം മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഗെയിംസ്, ബുക്സ് അങ്ങനെയൊക്കെ കുറേ അവൈലബിൾ ആണ്. നമ്മൾ സാധാ ഈ ടോയ്സ് വാങ്ങണതിന് പകരം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊടുത്ത് അവർക്ക് ചെയ്യണ രീതിയിൽ കൊടുത്താൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അവരത് കളിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കാനും ശ്രദ്ധിക്കും. പിന്നെ ഒരിക്കലും നമ്മൾ കമ്പൽ ചെയ്ത് ഒന്നും നിർബന്ധിക്കരുത്. അവരൊരു ഇൻട്രസ്റ്റിൽ വേണം വിടാൻ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതാണ് നമ്മൾ 4ാമത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോട്ടിവേഷൻ. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമ്മൾ അമ്മമാർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. നമ്മൾ ഒരിക്കലും മറ്റു കുട്ടികൾ അത് വാങ്ങിച്ചില്ല ഇത് വെച്ച് ഇൻ കേസ് നമ്മൾ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. മറ്റു കുട്ടികൾ എന്ത് ചെയ്ത് അതൊന്നും എല്ലാ കുട്ടികളും അതിൻ്റേതായ രീതിയിൽ സൂപ്പർ പവേഴ്സ് ഉള്ള മക്കളാണ് കേട്ടോ, സീരിയസ്ലി. അപ്പം നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കുട്ടികൾ നമ്മൾ ചെറിയൊരു എക്സാം ആവട്ടെ, അതിന് ഫുൾ മാർക്ക് വാങ്ങിച്ചാലും കുറവ് മാർക്ക് വാങ്ങിച്ചാലും നമ്മൾ ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റോ എന്തെങ്കിലും രീതിയിൽ കൊടുക്കണം. ഒരു മുട്ടായിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ നമ്മളൊരു ഓരോ ഗിഫ്റ്റ് കൊടുക്കണം. ഒരു ചെറിയ എന്തെങ്കിലും ടോയ് പോലത്തെ ഒരു സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ 1 മാർക്കോ 2 മാർക്കോ കുറയണമെങ്കിൽ അങ്ങനത്തെ ഇപ്പോൾ നല്ല മാർക്ക് കുറവാണെങ്കിൽ പോട്ട് മക്കളെ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് നല്ല ഗെയിം രീതിയിൽ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ മോട്ടിവേഷൻ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഇതുപോലെ കുട്ടികൾ എന്തായാലും അവരുടെ കഴിവുകൾ അവരുടെ നമ്മളെന്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കില്ലല്ലോ അവർ വലുതാകുമ്പോൾ ചെയ്യുന്നത്. അവരെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതാണ് അവർ ചെയ്യേണ്ടത്. നമ്മളെ ഇഷ്ടങ്ങളോ നമ്മളെ ഇത് പഠിച്ചേൽപ്പിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ അവരുടെ മനസ്സെന്ത് പറയുന്നു അതാണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇനിഷ്യലി നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. നമ്മൾ തുടക്കത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്ന്. പിന്നെ മൊബൈൽ അഡിക്റ്റ് ആയ കുറച്ച് കുട്ടികളുണ്ടല്ലോ, കുറുമ്പന്മാരും കുറുമ്പത്തികളും. അവർക്ക് വേണ്ടി നമ്മൾ ശരിക്കും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ മൊബൈൽ സ്ക്രീൻ ടൈം ഒരിക്കലും കൂടുതൽ നേരം അലോഡ് ചെയ്യരുത് കേട്ടോ. അത് നമ്മളെ ഹെൽത്ത് വൈസ് ആയാലും ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെ കുറയ്ക്കാമെന്നാണ് നിങ്ങളുടെ അടുത്ത ഡൗട്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഇതായിട്ട് കുറയ്ക്കാൻ പറ്റൂല. പതിയെ പതിയെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട്. ഗെയിംസ് ആയില്ലെങ്കിലും ചില മൂവീസൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ കുറച്ച് എൻ്റർടൈൻ ചെയ്യാൻ നോക്കണം. ഇപ്പം നമ്മൾ 1 hour കാണുന്നതാണെങ്കിൽ പകുതി കുറച്ച് ½ an hour ആക്കണം. അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ പോകുള്ളൂ. അത് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ അവരെ ഈ മൊബൈലിൽ നിന്ന് മാറ്റി പുറത്ത് കളിക്കാനും നമ്മളും കൂടെ പോയി കളിക്കാനും അവരെ വേറെ വേറെ കളികൾ നമ്മൾ പുറത്ത് ഔട്ട്ഡോറിൽ കുറേ കളികളുണ്ട് മക്കളെ എന്ന് പറഞ്ഞ് നമ്മളും കൂടെ പോയി അവരോട് കളിക്കാനും കൂടെ ശ്രമിക്കണം. അത് ചെയ്ത നമുക്ക് സമയമില്ല, നമ്മൾ മാറി നിൽക്കുന്ന അവരൊരു ഒറ്റയ്ക്കാകുന്ന ഒന്നൊരു സിറ്റുവേഷൻ ആവുമ്പോഴാണ് അവർ മൊബൈൽ അഡിക്റ്റ് ആവുന്നത് കേട്ടോ. ഇല്ലാതെ ഒരിക്കലും ആരും ഒന്നും ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അത്രയും അവരെ കുറച്ചുകൂടെ എൻഗേജ് ചെയ്യിപ്പിക്കണം. ഔട്ട്ഡോർ കാര്യങ്ങളായാലും ഗെയിംസിലാണെങ്കിലും നമ്മളും കൂടെ പോയി എൻഗേജ് ചെയ്ത് ഡെഫിനറ്റ്ലി അവരുടെ മൊബൈൽ സ്ക്രീനിങ് ടൈമൊക്കെ കുറഞ്ഞ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ മോട്ടിവേഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫുഡ് കൊടുക്കണം. ഇപ്പം എല്ലാ കുട്ടികൾക്കും പനിയുടെ ഒരു സീസണാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് കൊടുക്കണം. കഴിവതും പാക്കേജ്ഡ് ഫുഡ്, അങ്ങനെ ഡ്രിങ്ക്സ് പിള്ളേർ കേൾക്കില്ല, അതെനിക്കറിയാം നല്ലപോലെ. എങ്ങനെയെങ്കിലും അത് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ അത്രയും നല്ലത്. നമ്മൾ ഹോംലി തന്നെ കുറച്ച് ഫുഡ്സ് ഐറ്റംസ്, ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ്സ്, വെള്ളം അങ്ങനെയൊക്കെ കുറേ കൊടുത്ത് അതും നമ്മുടെ ബ്രെയിനിന് ആവശ്യമാണ്. അല്ലാതെ പഠിത്തം മാത്രമല്ല, നമ്മുടെ ഫുഡ് ഐറ്റവും നമ്മളെ ബ്രെയിൻ പവറിനും എല്ലാം നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഫുഡും വെള്ളവും എല്ലാം കൊടുത്ത് അതും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ആ ഒരു കാര്യം സെറ്റ് ആവുള്ളൂ. അപ്പം ഇത്രയും ആണ് എൻ്റെ കാര്യം. കാരണം നല്ലൊരു സ്റ്റഡി ഏരിയ ചെയ്യുക, സ്റ്റഡി ടൈം സെറ്റ് ചെയ്യുക, നല്ല നല്ല ബുക്സ് പ്രൊവൈഡ് ചെയ്യുക, നല്ല രീതിയിൽ അവരോടത്ത് ഇൻട്രാക്ഷൻ ചെയ്യുക, നല്ല രീതിയിൽ മോട്ടിവേഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരുവിധം എല്ലാ കുട്ടികളും സ്റ്റഡി തിങ്സിൽ സൂപ്പറാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്നും പറഞ്ഞ് ആരും പഠിക്കുന്നില്ല അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ അവർക്ക് എൻകറേജ് ചെയ്ത് അവരൊന്ന് ബെറ്റർ ആയിട്ട് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് റിപ്ലൈ തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.